ഖബറിൽ വലിയ ചൂടാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വ്യക്തി മരണപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി ജനാസ നമസ്കരിക്കാൻ ഇമാമായി നിൽക്കാൻ നേരം അള്ളാഹുവിന്റെ റസൂല് ചോദിക്കുകയാണ്, ഈ വ്യക്തിക്ക് വല്ല കടബാധ്യതയുമുണ്ടോ? സ്വഹാബത്ത് പറഞ്ഞു, അദ്ദേഹം കടക്കാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറി നിന്നു, ഇമാം നിന്നില്ല. അത് കണ്ടപ്പോൾ മറ്റൊരു സ്വഹാബിക്ക് പ്രയാസമായി. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ ഏറ്റെടുത്തോളാം ആ കടം, ഞാൻ കൊടുത്തോളാം, ഞാൻ വീട്ടിക്കോളാം, നിങ്ങൾ നിസ്കരിക്കണം. അദ്ദേഹം അത് ഏറ്റെടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമായി നമസ്കരിച്ചു. 2 ദീനാറായിരുന്നു അദ്ദേഹത്തിന് കടം, വലിയ സംഖ്യയൊന്നുമല്ല, 2 ദീനാറായിരുന്നു കടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, താങ്കൾ അത് വീട്ടിയോ? 2ാമത്തെ ദിവസമാണ് വീട്ടിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇപ്പോഴാണ് ആ വ്യക്തിയുടെ ശരീരം തണുക്കാൻ തുടങ്ങിയത്. ഖബറിൽ വെച്ച ആ ശരീരം തണുക്കുന്നത് ഈ കടം വീട്ടിയതിന് ശേഷമാണ്. അതാണ് ബർദുൽ ഐഷ്. അതിനു മുമ്പ് നമ്മുടെ തിന്മകൾ അത് നമ്മുടെ ശരീരത്തെ ചൂടുപിടിപ്പിക്കും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കണം. റബ്ബിനോട് അതാണ് ഈ ചോദിക്കുന്നത്, അല്ലാഹുവേ, മരണത്തിന് ശേഷം നീ എനിക്ക് തണുപ്പുള്ള സുഖമുള്ള ജീവിതം നൽകണമേ, ഖബറിലും മഹ്ശറിലും